ഹായ് ഓൾ 2022 BA ഹിസ്റ്ററി ഗ്രാജുവേറ്റഡ് ആയി ആരോൺ അക്കാഡമിയുടെ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നു. മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആരോൺ അക്കാഡമി കൊടുത്ത പ്ലേസ്മെന്റ് ഡ്രൈവിൽ പ്ലേസ്ഡ് ആവുന്നു. ഫോർ ദ ലാസ്റ്റ് 2 years റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ആസ് എ മെഡിക്കൽ കോഡർ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അമീൻ. ഹായ്, ഞാൻ അമീൻ. ഞാനിപ്പം കോട്ടയത്തിൽ സീനിയർ മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്യാണ്. കഴിഞ്ഞ 2022 ഡിസംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇപ്പം 2 വർഷം കഴിയുന്നു. ഞാൻ ഒരു BA ഹിസ്റ്ററി ഗ്രാജുവേഷനാണ്. ഇപ്പോൾ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ BA ഹിസ്റ്ററി ഗ്രാജുവേറ്റഡ് ആയിട്ട് ഇയാൾ പാസ് ഔട്ട് ആവുന്ന ടൈമിൽ ലൈക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആക്ച്വലി എൻക്വയറി ചെയ്ത ടൈമിൽ അല്ലെങ്കിൽ എന്താ പറയുക കോഴ്സ് സെർച്ച് ചെയ്ത ടൈമിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആരോൺ അക്കാഡമിയിൽ പഠിച്ച് പാസ് ഔട്ടായി സക്സസ്ഫുള്ളി ഇപ്പോൾ ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി അമീന് ലൈക്ക് എന്താ പറയുക ആരോൺ അക്കാഡമി സ്പെഷ്യൽ ആവുന്നത് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ പറ്റും? ഇപ്പം ആരോൺ അക്കാഡമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ കയറുമ്പോൾ തന്നെ ഞാനിതെല്ലാം റെഫർ ചെയ്തിട്ടാണ് ഞാൻ കയറി റിവ്യൂസ് നോക്കിയിട്ടുണ്ടായി. റിവ്യൂസ് നോക്കിയിട്ട് ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും നോക്കിയപ്പം ആരോൺ അക്കാഡമി എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നി. അപ്പം നമുക്കിവിടെ ലൊക്കേഷനാണെങ്കിൽ പോലും ബസ് ഇറങ്ങിയിട്ട് പെട്ടെന്ന് വന്നാൽ മതി. പിന്നെ പഠിത്തത്തിൻ്റെ ടീച്ചേഴ്സിൻ്റെ കാര്യം ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം അടിപൊളിയാണ്. എന്നെ പഠിപ്പിച്ച ടൈമിൽ നമിത മാം ഉണ്ടായിരുന്നു, അശ്വതി മാം ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വാല്യൂ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. യെസ്, അത് ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇപ്പോൾ പാസ് ഔട്ട് ആയി സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാൻ വരുന്ന ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ടൈമിലാണെങ്കിലും ഞങ്ങൾ അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് ചോദിക്കുന്ന ടൈമിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാറുള്ളത് ഞങ്ങളുടെ ടീച്ചിങ് പാനലിലാണ്. ഞങ്ങളാണെങ്കിലും വളരെ പ്രൗഡായിട്ട് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തൊരു ലൈക്ക് ഷോർട്ട് ടേം കോഴ്സ് പഠിക്കാൻ വരുന്ന ടൈമിൽ ഏറ്റവും അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ആരോണിൻ്റെ ടീച്ചിങ് പാനൽ തന്നെയാണ്. ടീച്ചേഴ്സിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല, അവരെല്ലാം പക്കയാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഇപ്പോഴും ഞാൻ ആ ഒരു മോഡ് ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകാറുണ്ട്. അവർക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞാലും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് വർക്കും കാര്യങ്ങൾ എല്ലാം ചോദിക്കാറുണ്ട്. അതെ, ഇപ്പം നമ്മൾ ടീച്ചർ സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു റിലേഷൻ നോക്കുന്ന ടൈമിൽ ഒരിക്കലും നമുക്ക് എന്താ പറയുക ബൗണ്ടറികൾ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല. ക്ലാസ് റൂമുകളിൽ മാത്രം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പോൾ 2 years കഴിഞ്ഞിട്ടും അമീൻ ആക്ച്വലി ടീച്ചേഴ്സായിട്ട് കണക്ട് ചെയ്തിരിക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അമീൻ ആക്ച്വലി പഠിച്ചിരുന്നത് ലൈഫ് സയൻസ് കോഴ്സ് ആയിരുന്നില്ല അല്ലേ, BA ഹിസ്റ്ററി ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് എൻക്വയറി വരുന്ന ടൈമിൽ ചോദിക്കാറുള്ളത് കൂടുതലും BA ഇക്കണോമിക്സ്, BA ഹിസ്റ്ററി, ആർട്സ് സബ്ജക്ട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണ് വരാറുള്ളത്. അപ്പോൾ അവർ ചോദിക്കാറുള്ളത് ഞങ്ങൾക്കിത് പഠിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, ഞങ്ങളെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അമീനെ സംബന്ധിച്ച് അമീന് കുറച്ചുകൂടി ലൈക്ക് എന്താ പറയുക BA ഹിസ്റ്ററി പഠിച്ച് പാസ് ഔട്ടായി കോഡറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അമീന് എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി എന്നുള്ളത് പറയുകയാണെങ്കിൽ? ഞാൻ അത്യാവശ്യം നല്ല ഗെയിമിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഫോണിൽ കളിക്കുന്നത്. ഈ കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഫോണൊക്കെ ഒരു ഭാഗത്തോട്ട് മാറ്റി. കാരണം ഞാൻ ഹിസ്റ്ററിയാണ്, നോൺ ലൈഫ് സയൻസ് അല്ല. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ മുന്നിൽ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. നമ്മൾ എങ്ങനെ ഇത് പഠിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. കാരണം ഒരു അനാട്ടമി എന്ന് പറയുമ്പോൾ ഒരു ബോഡിയുടെ ഫുൾ സ്ട്രക്ചർ നമുക്ക് പഠിക്കണം. അതെല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ് ഡയഗ്നോസിസും എല്ലാം കോഡും എല്ലാം വരുന്നത്. അപ്പോൾ അതിനുള്ള പ്രോപ്പർ വേ നമുക്കറിയണം. അപ്പോൾ നമ്മൾ ലൈഫ് സയൻസ് അല്ലാത്ത ഒരാൾ പഠിക്കുമ്പോൾ കുറച്ചധികം പഠിക്കാനുണ്ടാവും. കാരണം നമ്മുടെ കൂടെ പഠിക്കുന്നവർ ഡോക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ ലൈഫ് സയൻസ് എടുത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. ഇപ്പോൾ നമ്മളിവിടെ മലബാർ ഏരിയ നോക്കുന്ന ടൈമിൽ ഒരു പ്രത്യേക ട്രെൻഡ് ഉണ്ടല്ലോ നമുക്ക്. ഇപ്പോൾ കാലിക്കറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു മലബാർ ഏരിയ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്റ്റുഡൻസ് +2 അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അബ്രോഡ് പോയി ജോബ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് അബ്രോഡ് പോയിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട്. ഇപ്പോൾ അമീനാണെങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒന്ന് ദുബായ് പോയി തിരിച്ചു വന്നിട്ടായിരുന്നു മെഡിക്കൽ കോഡിങ് പോലെ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്തിരുന്നത്, റൈറ്റ്? അപ്പോൾ അമീൻ അബ്രോഡ് പോയ ടൈമിൽ എന്തൊക്കെയായിരുന്നു അമീൻ ആക്ച്വലി അവിടെ ഒരു ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? റിയൽ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ജോബ് ഹണ്ടിങ്ങിന് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്? അപ്പം നമ്മളൊരു കയ്യിലൊരു സ്കില്ലില്ലാണ്ട് ദുബായിലോട്ട് വേറൊരു അബ്രോഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് അവിടെ പോയി നിന്നു. അവനവിടെ കുറച്ച് വർക്കും അവരുടെ ജോലിയെല്ലാം പറയുമ്പോൾ എനിക്കത് പറ്റില്ല, എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലാണ് നിൽക്കണമെങ്കിൽ നിൽക്കാമെന്നുള്ള സ്റ്റാൻഡിൽ വന്നു. പിന്നെ തിരിച്ചു വന്നു. അതിനിടയിൽ 1 മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ റെഫർ ചെയ്ത് എന്താണ് നമ്മൾ അടുത്ത ഒരു ഷോർട്ട് ടേം പീരീഡിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ അത്യാവശ്യം സാലറി പാക്കേജ് ഉള്ള ഒരു കോഴ്സ്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ കുറച്ചും കൂടി വാല്യൂ ആയിരിക്കും. അപ്പം നമുക്ക് 4 ആളോട് പറയാനാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ജോബ്. ഇപ്പം അക്കൗണ്ടിങ് പോലുള്ള കോഴ്സ് ആണെങ്കിൽ ഒരുപാടായി. അപ്പോൾ അതിനും വ്യത്യസ്തമായിട്ട്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുമ്പോൾ എനിക്ക് വന്നത് മെഡിക്കൽ കോഡിങ്ങാണ്. അതെ, ഇന്നത്തെ സാഹചര്യത്തിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവരാണെങ്കിലും കൺഫ്യൂസ്ഡ് ആവുക. അപ്പം നമുക്ക് ഒരുപാട് ഷോർട്ട് ടേം കോഴ്സസും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ഒരുപാട് കോഴ്സസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യണം, ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ കുട്ടികളിൽ പൊതുവെ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിലെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ 1412 കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 1 ഇയറിൽ. അപ്പോൾ ഇത്രയും ഗ്രോത്ത് ഉള്ള ഒരു ഫീൽഡിലേക്ക് വരുന്ന ടൈമിൽ ഇപ്പോൾ എന്താ പറയുക, കുട്ടികൾ എന്താ പറയുക, ഈ ഒരുപാട് കോഴ്സസ് ആയതുകൊണ്ട് അവർ കൺഫ്യൂസ്ഡ് ആവും ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം, എവിടെയാണ് അവർക്ക് പ്രോപ്പറായിട്ടുള്ള കരിയർ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ഇപ്പോൾ അമീൻ പറഞ്ഞു, സ്കില്ല് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുറത്തേക്ക് നോക്കുകയാണെങ്കിലും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആണെങ്കിലും അവരുടെ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിന് നോക്കുന്ന ടൈമിൽ സ്കിൽസ് അല്ലെങ്കിൽ അവർ വർക്ക് കുറച്ചുകൂടി ഈസിയർ ആക്കാനായിട്ട് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അമീനെ സംബന്ധിച്ച് ഒരു കോഡർക്ക് വേണ്ട ഒരു മെയിനായിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്കിൽസ് എന്നുള്ളത് എന്തൊക്കെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? നമ്മൾ കോർപ്പറേറ്റ് കയറുമ്പോൾ കുറച്ച് സ്കില്ല് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ ഇപ്പോൾ എക്സൽ ആണെങ്കിൽ എക്സൽ മെയിനായിട്ട് വരുന്ന സംഭവം. അപ്പോൾ അങ്ങനെ കുറച്ച് സ്കിൽസ്, എക്സൽ, പവർ പോയിൻ്റ്, അതുപോലെ കുറച്ച് നമ്മളുടെ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം എക്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും ആവശ്യമുണ്ടാകുന്ന ഒരു സാധനമായതുകൊണ്ട് നമുക്ക് അതൊക്കെ സ്കില്ലായിട്ട് നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ടാവണം. അത് ഓട്ടോമാറ്റിക്കലി പഠിക്കും. നമുക്ക് അതിനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ലിങ്ക്ഡിൻ പോലുള്ള ഒരുപാടുണ്ട്, യൂട്യൂബിൽ നോക്കി പഠിക്കാം. അതുപോലെ നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവണം. നമ്മളെപ്പോഴും വർക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ പഠിത്തം ഒഴിവാക്കരുത്. നമ്മൾ പുതിയതായിട്ട് നമ്മളെന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതെ, അതിപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരിക്കലും എന്താ പറയുക നമ്മൾ അക്കാഡമിക് ബേസിൽ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ നോളജ് ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്താ പറയുക ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ നോൺ ലൈഫ് സയൻസ് ആയിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ പഠിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ എന്താ പറയുക വർക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഓവർകം ചെയ്യാൻ വേണ്ടി വന്നിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈക്ക് എന്താ പറയുക നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മളെക്കാട്ടി ഹയർ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ നമ്മളതൊന്നും കെയർ ചെയ്യണ്ട. നമ്മുടെ പഠിക്കുക, അവർ ഏറ്റവും കൂടുതൽ മാർക്ക് നേടും, നമുക്ക് മാർക്ക് കുറവായിരിക്കും, അതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫുൾ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പഠിക്കുക. വർക്കിലോട്ട് വരുമ്പോൾ അവിടെയുള്ള ടൈമിങ്, പങ്ക്ച്വാലിറ്റി, അതുപോലെ എല്ലാം നമ്മൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് നമുക്കെല്ലാം. ഇനിയിപ്പം അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് ഒരു IJP വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാവും. ഓക്കെ അമീൻ, ഇപ്പോൾ നമ്മൾ എക്സാമിനേഷനെ പറ്റി ഇപ്പോൾ എക്സാം പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് 4 hours ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. MCQ ക്വസ്റ്റ്യൻസ് ആണ്, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് അല്ലേ. അപ്പോൾ അമീൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ലൈക്ക് എന്താ പറയുക നോൺ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒരു 80 സ്കോർ വാങ്ങി പാസ് ഔട്ട് ആവാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് സ്റ്റുഡൻസിന് ജസ്റ്റ് ഷെയർ ചെയ്ത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ പഠിച്ചതെന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് പഠിക്കും, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡൗട്ടെല്ലാം ഞാൻ അവിടുന്ന് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ പോകാറുള്ളത്. ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ ഇവർ മോക്ക് പ്രൊവൈഡ് ചെയ്യും. മോക്കിൻ്റെ പേപ്പർ കറക്റ്റ് അതിനനുസരിച്ച് ഫോളോ ചെയ്യുക. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എനിക്കും മോക്കിൽ അത്ര മാർക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ തെറ്റ് 26 മോക്കോ അങ്ങനെ എന്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 26 മോക്കിൽ കുറേ തെറ്റുണ്ടാവും. ആ തെറ്റ് നമ്മൾ രണ്ടാമത്തെ മോക്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. അതനുസരിച്ച് പഠിച്ച് കറക്റ്റ് മുന്നോട്ട് പ്രോപ്പറായിട്ടുള്ള ഇതിൽ പോവുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കോൺഫിഡൻസ് വരും. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ എക്സാം എഴുതുന്ന മുമ്പിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പേപ്പറിലാണ് ഉണ്ടായത്. ഇപ്പോൾ കമ്പ്യൂട്ടർ വൈസ് ആണെന്ന് തോന്നുന്നു. ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ഇതിൽ പഠിക്കുക എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ 80% ഇപ്പം ലിസ്റ്റിൽ വരുമ്പോൾ 70% നമുക്ക് കട്ട് ഓഫ് വരുന്നത് പാസിംഗ് മാർക്ക്. അപ്പോൾ 80% എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റും.